AK സെന്ററിന്റെ കൈവശമുള്ള കേരള സർവകലാശാലയുടെ ഭൂമി തിരിച്ചുപിടിക്കും. 2 ദിവസത്തിനകം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. 15 സെന്റ് മാത്രമേ ഉള്ളൂവെന്നാണ് CPMന്റെ അവകാശവാദം. എന്നാൽ 55 സെന്റോളം അവരുടെ കയ്യിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഭൂമി അളവ് തിട്ടപ്പെടുത്താൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, ഈ 55 സെന്റും തിരിച്ചു പിടിക്കും എന്നതാണല്ലോ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? തീർച്ചയായും അത്തരത്തിലൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായത്. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തത്. പ്രത്യേകിച്ച് ഈ AK സെന്റർ ഭൂമി ഏകദേശം 40 വർഷം മുമ്പ് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. 1977 ആ സമയത്ത് AK സർക്കാരാണ് AK സെന്റർ ഗവേഷണത്തിന് വേണ്ടി ഇത്തരത്തിൽ 15 സെന്റ് നൽകിയത്. പിന്നീട് ഈ CPM അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഏകദേശം 55 സെന്റോളം കയ്യേറി എന്നടക്കമുള്ള വിമർശനം ആദ്യം ഉയർന്നത് 1984 അത് സംബന്ധിച്ചുള്ള കേസ് ഇപ്പോൾ പരിഗണന ആണെങ്കിൽ പോലും നിലവിൽ എന്തായാലും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് എത്ര ഭൂമിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, അളവ് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാരിന്റെ സർവേ ഡയറക്ടറേറ്റ് തന്നെ നിയമിച്ചിരിക്കുകയാണ്. നിലവിൽ എന്തായാലും 2 ദിവസത്തിനകം ഈ ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരമെന്ന് പറയുന്നതും. എന്തായാലും സ്വാഭാവികമായിട്ടും അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ഏകദേശം 40 സെന്റിന് പുറമെ AK സെന്ററിൽ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരികെ പിടിക്കാനാണ് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നതും. ആ സമയത്ത് CPMന്റെ നിലപാട് അല്ലെങ്കിൽ CPM ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നമുക്ക് കാണുമ്പോഴും അതോടൊപ്പം തന്നെ കാഴ്ചയിൽ തന്നെ ഏകദേശം 15 സെന്റ് അല്ല, അതിൽ പുറമെ ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സെന്റ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് ഈ അളവ് തിട്ടപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർവകലാശാല തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം CPMന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, ദിലീപ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. AKG സെന്റർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. 15 സെന്റ് മാത്രമെന്നാണ് CPM പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, 55 സെന്റിനകത്ത് ഭൂമിയുണ്ടെന്നും അത് അളന്ന് തിട്ടപ്പെടുത്തി തിരിച്ചുപിടിക്കുമെന്നുമാണ് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.